വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 1 വീക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ആ 1 വീക്ക് ടൈം മുതൽക്ക് തന്നെ നമുക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. ഏകദേശം 5 ശരീരഭാഗങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണത്തിന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ലക്ഷണങ്ങൾ സഡൻ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ച് നേരം നിന്നിട്ട് പിന്നെ കുറച്ച് നേരം നിന്നിട്ട് അങ്ങനെ രീതിക്ക് നിങ്ങൾക്ക് ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്തേക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ചെറുതായിട്ടുള്ള ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടെങ്കിലും എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും ആദ്യം പറയുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് ഗം പെയിൻ ആണ്. അതായത് മോണയിൽ നമുക്കുണ്ടാകുന്ന വേദന, മോണയിലും പല്ലിലും ഒക്കെ ആയിട്ട് നമുക്ക് വേദന ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മോണയിലാണോ പല്ലിലാണോ എന്ന് നമുക്ക് ശരിക്കും റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റില്ല കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് കൂടുതലും മോണയിൽ വേദന പല സ്ത്രീകൾക്കും ഉണ്ടാകാറുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഓരോ ശരീരഭാഗങ്ങളിലോട്ടും ഉണ്ടാകുന്നത് കൊണ്ട് ആ മോണയുടെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മൂലം നിങ്ങൾക്ക് മോണയുടെ ഭാഗമൊക്കെ നന്നായിട്ട് വിങ്ങുന്നത് പോലെയൊക്കെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിങ്ങൾക്ക് കണ്ടുവരുന്ന ഈ ഒരു പ്രഗ്നൻസി ലക്ഷണം ഏകദേശം ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ എൻഡ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് അവസാനിച്ചു പോകാറാണ് പതിവ്. കാരണം ആ ഒരു ബ്ലഡ് സർക്കുലേഷനും ആ ബോഡി ചേഞ്ചസും ഒക്കെ ആയിട്ട് ശരീരം പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രഗ്നൻസി ലക്ഷണം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചില കണ്ടീഷനുകളിൽ നമ്മുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽ ഇമ്മ്യൂണിറ്റി വീക്ക് ആവുകയും ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഇപ്പോൾ ശരീരത്തിൽ നന്നായിട്ട് ഉണ്ടാകാനും പെട്ടെന്ന് കടന്നു പിടിക്കാനും ഒക്കെയുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല്ലിന് കേടും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരികയും ചെയ്യാം. ഓൾറെഡി പല്ലിന് എന്തെങ്കിലും കേടോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടുകയും അസ്വസ്ഥതകൾ നല്ല ബുദ്ധിമുട്ടായിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരികയും ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി പല്ലിന് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾ അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്തിട്ട് പ്രഗ്നൻസി നോക്കുന്നതായിരിക്കും നല്ലത്. മോണയിൽ വേദനയും മറ്റ് അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് മെഡിസിൻസ് യൂസ് ചെയ്യരുത്, പെയിൻ കില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ആ ഒരു സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കുക. അതുപോലെ വേദനകൾ അമിതമായിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് മാത്രം മെഡിക്കേഷൻസ് എടുക്കുക. വായൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഡോക്ടറോട് പറയുക ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയമാണ്, ലൂട്ടിയൽ ഫേസിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം മെഡിസിൻ എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്നത് തലവേദനയാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് തലയിലോട്ടൊക്കെ രക്തയോട്ടം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തലവേദന ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഓൾറെഡി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ ഭയങ്കര കൂടുതലായിരിക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയം മുതൽക്ക് തന്നെ കേട്ടോ. അതുപോലെ നിങ്ങളുടെ ശരീരത്തിലെ വെള്ളം കൂടി കുറയുന്ന ഭാഗത്തും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ നന്നായിട്ട് നറിഷ് ആവണമെങ്കിൽ നമ്മൾ അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം. വെള്ളത്തിന്റെ അളവ് ശരീരത്തിൽ കുറയുന്നതിനനുസരിച്ചിട്ടും നിങ്ങൾ കൂടുതൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കണ്ടീഷൻ നന്നായിട്ട് ഉണ്ടാകാം. തലവേദന എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പെയിൻ കില്ലേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ശരീരത്തിന് ഒട്ടും തന്നെ അത് നല്ലതല്ല. മാക്സിമം നിങ്ങൾ കണ്ണടച്ച് കിടക്കാനായിട്ടൊക്കെ നോക്കുക, റിലാക്സ് ആയിട്ടിരിക്കാൻ നോക്കുക. ഐസ് പാക്ക് ഒക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വെച്ചിട്ട് റിലാക്സ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അപ്പർ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന വേദനയാണ്. അതായത് വയറിന് പൊക്കിളിന് തൊട്ട് മുകളിലുള്ള ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വേദന. നമ്മുടെ ബ്രസ്റ്റിന്റെ തൊട്ട് താഴെയും വയറിന് പൊക്കിളിന് തൊട്ട് മുകളിലായിട്ടുള്ള പോർഷനിലായിരിക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. ബ്ലോട്ടിംഗ് എന്നാണ് ഇതിനെ പൊതുവെ പറയാറ്. ബ്ലോട്ടിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ദഹിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഉണ്ടാകുന്നത് പോലുള്ളൊരു വേദനയും അസ്വസ്ഥതയും ഒക്കെ ആയിരിക്കും കണ്ടുവരുന്നത് കേട്ടോ. ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ബ്ലോട്ടിംഗ് ഉണ്ടാകുന്ന സമയത്തും കൂടുതൽ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. അടുത്തൊരു വേദന ഉണ്ടാകുന്നത് നിങ്ങളുടെ ബെല്ലി ബട്ടന്റെ പോർഷനിലാണ്. ബെല്ലി ബട്ടൺ നിങ്ങളുടെ പൊക്കിളിന്റെ ഉള്ളിലുള്ള ഭാഗത്തായിരിക്കും ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ അതിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ യൂട്രസ് പ്രഷർ കൊടുക്കുന്നുണ്ട് ആ എക്സ്പാൻഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ആ പേശികളൊക്കെ വികസിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്നൊരു ഹോർമോണും പുറപ്പെടുവിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പൊക്കിളിനകത്ത് കുത്തുന്നത് പോലുള്ളൊരു വേദന നന്നായിട്ട് ഒരുപാട് ഡീപ്പായിട്ട് വേദന വരുന്നത് പോലെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വേദന പോകും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്
കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പൊക്കിളിൻ്റെ അടുത്ത് വേദനയൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾ കൂടുതലും പൊക്കിൾ അങ്ങോട്ട് ശക്തമായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കണ്ട. കാരണം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പോർഷനാണ് പൊക്കിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അസഹനീയമായിട്ടുള്ള വേദനയും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരമൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ചൂടൊക്കെ പിടിച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് വേദന ഉണ്ടാകുന്ന ശരീരഭാഗമാണ് നമ്മുടെ ഇടുപ്പ് എന്ന് പറയുന്നത്. ഇടുപ്പിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ളത് ഏത് ഭാഗത്താണ്, ആ ഒരു ഭാഗത്ത് ഇടുപ്പ് പോർഷനിലായിരിക്കും ഏറ്റവും ആദ്യം വേദന വരുന്നത് കേട്ടോ. ലെഫ്റ്റിലാണ് ഇംപ്ലാന്റേഷൻ നടന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതൽ വേദന. രണ്ട് സൈഡും ഒരുപോലെ വേദന ഉണ്ടാകുന്നത് വളരെയധികം കുറവാണ്. ഏറ്റവും ആദ്യം നമുക്ക് ആ ഒരു ഏത് സൈഡിലാണ് ഇംപ്ലാന്റേഷൻ നടന്നത് അവിടെയായിട്ടായിരിക്കും വേദന ഉണ്ടാകുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ ഏത് സൈഡിലുണ്ടാകുന്ന വേദനയാണെങ്കിലും ഒരുപാട് നേരം ഈ ഒരു വേദന ലാസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ഇടുപ്പ് എന്ന് പറയുമ്പോഴേക്കും കൈ വെച്ചിട്ട് നമ്മൾ നിൽക്കുമല്ലോ, അരക്കെട്ടിൻ്റെ എൻഡിലുള്ള ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത്. ഫസ്റ്റ് തന്നെ ഇത് വളരാൻ തുടങ്ങുമ്പോൾ ആ ഒരു എക്സ്പാൻഷൻ നടക്കുമ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത് കേട്ടോ. അടുത്തതായിട്ട് വേദന ഉണ്ടാകുന്നത് വജൈനയിലാണ്. വജൈനയുടെ അകത്തുള്ള ഭാഗങ്ങളിലായിരിക്കും നമുക്ക് വേദന ഉണ്ടാകുന്നത്. അതിൻ്റെ ഇന്നർ പോർഷനിലും ഔട്ടർ പോർഷനിലും നിങ്ങൾക്ക് വേദന നന്നായിട്ട് അനുഭവപ്പെടാം. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുന്നത് കൊണ്ടും ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു വജൈനയുടെ അകത്ത് കൂടി എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനും വേണ്ടിയിട്ട് സെർവിക്സും വജൈനയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു പോർഷനിലൊക്കെ വേദന അനുഭവപ്പെടുന്നത്. ഉള്ളിൽ കുറേ നേരം ഇങ്ങനെ കുത്തുന്നത് പോലുള്ളൊരു വേദന നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ ഒരു വേദന കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറിപ്പോയിക്കോളും. ഈ സമയത്ത് ഈ ഒരു വേദന ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ചില ആളുകൾക്ക് നന്നായിട്ട് വജൈനൽ ഡിസ്ചാർജും ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഡിസ്ചാർജും മറ്റുള്ള ഇൻഫെക്ഷൻസിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഡെവലപ്പായിട്ട് വരുന്ന ഒന്നാണ് ഈ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജ് പോകുന്ന സമയത്തും വേദന ഉണ്ടാകുന്ന സമയത്തും മറ്റൊരു കാര്യം കൂടി നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതായത് നമുക്ക് വേറെ ഫൗൾ സ്മെല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൊറിച്ചിലോ പുകച്ചിലോ അങ്ങനെ ഒന്നും ഈ ഒരു ഡിസ്ചാർജിൽ ഇല്ല എന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ പെൽവിക് പെയിനും ഒരുപാട് ഡിസ്ചാർജും അതുപോലെ വജൈനൽ പെയിനും യൂറിനറി ഇൻഫെക്ഷന്റെ സമയത്തും പലർക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണം ഉണ്ടാകുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള വേദനയോ യൂറിനിൽ മറ്റെന്തെങ്കിലും മാറ്റങ്ങളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നും കൂടി നിങ്ങളൊന്ന് പരിശോധിക്കണം കേട്ടോ. ചില ആളുകൾക്ക് ഈ എല്ലാ വേദനയും ഒരുമിച്ച് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇടുപ്പ് വേദനയും വജൈനൽ ചേഞ്ചസും ഒക്കെ പലർക്കും ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അനുഭവപ്പെടാം. മറ്റു ചില ആളുകൾക്കെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും പ്രഗ്നൻസിയുടെ പ്രത്യക്ഷത്തിൽ വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പീരിയഡ്സ് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കുക. പീരിയഡ്സ് ആകുന്ന സമയത്ത് എത്രത്തോളമാണ് ബ്ലഡ് പോകുന്നത് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. ചില ആളുകൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻസും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.